ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18. സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 4. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമാ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിതഃ. വിവർത്തനം. ഹേ ഭാരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എൻ്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷവ്യാഘ്രമേ, ത്യാഗം 3 വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. ഭാവാർത്ഥം. ത്യാഗത്തെപ്പറ്റി അഭിപ്രായങ്ങൾ പലതുണ്ട്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വാഭിപ്രായം വെളിപ്പെടുത്തുന്നതുകൊണ്ട് അതുതന്നെ അന്തിമമായി എടുക്കണം. ഭഗവത് നിശ്ചിതങ്ങളായ വിവിധ നിയമങ്ങളാണല്ലോ വേദങ്ങൾ. ഇവിടെ ഭഗവാൻ സന്നിഹിതനായിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ വാക്കുകൾ അന്തിമമായി കരുതണം. പ്രകൃതിയുടെ ത്രിഗുണത്തെ അടിസ്ഥാനപ്പെടുത്തി എപ്രകാരമാണോ ത്യാഗപ്രക്രിയ നടക്കുന്നത് അപ്രകാരം തന്നെ വേണം അതിനെ വിലയിരുത്താനെന്നാണ് ഭഗവൻ മതം. ശ്ലോകം 5. യജ്ഞദാനതപ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. വിവർത്തനം. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെപ്പോലും വിശുദ്ധീകരിക്കുന്നവയാണവ 3. ഭാവാർത്ഥം. മനുഷ്യ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാവണം യോഗികളുടെ പ്രവൃത്തികൾ. മനുഷ്യന് ആത്മീയോത്കർഷത്തിനായി ചെയ്യേണ്ടുന്ന ശുദ്ധീകരണ പ്രക്രിയകൾ പലതുണ്ട്. അവയിലൊന്നത്രേ വിവാഹം. അതിനെ വിവാഹയജ്ഞമെന്ന് പറയും. കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സന്യാസിയായ ഒരാൾക്ക് വൈവാഹിക കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാമോ? മാനുഷിക ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന ഏത് യജ്ഞവും ത്യാജ്യമല്ലെന്നാണിവിടെ ഭഗവാൻ പറയുന്നത്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മീയ പുരോഗതിക്ക് സഹായകമാകത്തക്കവണ്ണം അതിനെ ശാന്തമാക്കാനുള്ള യജ്ഞമത്രേ വിവാഹ സംസ്കാരം. സന്യാസികൾക്ക് പോലും അധികം ആളുകളെയും വിവാഹയജ്ഞം നടത്താൻ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. സന്യാസികൾക്ക് സ്ത്രീസംഘം നിഷിദ്ധമാണെങ്കിലും അതിനു മുമ്പുള്ള ആശ്രമങ്ങളിൽപ്പെട്ട ഒരു യുവാവിന് വിവാഹജീവിതം അരുതെന്ന് വരുന്നില്ല. വിധിവിഹിതങ്ങളായ യജ്ഞങ്ങളെല്ലാം ഭഗവത് പ്രാപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളവയാണ്. ആദ്യ ആശ്രമങ്ങളിൽ തന്നെ അവയെ ത്യജിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ദാനവും ഹൃദയശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അർഹരായവർക്ക് ചെയ്യുന്ന ദാനം മുമ്പ് പറഞ്ഞതുപോലെ ആധ്യാത്മികോന്നതിയിലേക്ക് വഴിവെക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.